നന്ദൻകോട് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ മകൻ കേതൽ കുറ്റം സമ്മതിച്ചു. നേരത്തെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിയിലായ കേതലിനെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, ഇയാൾ മൊഴി മാറ്റി പറയുന്നു. ഇവരുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കാനാണ് താൻ ഈ കൃത്യം നടത്തിയതെന്ന് ഇയാൾ പറയുന്നു. ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ടോ? മനു, കേതലിൻ്റെ ഓരോ നിമിഷത്തെയും മൊഴി അനുനിമിഷം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പോലീസിനെ ഇപ്പോൾ കുഴപ്പിക്കുന്നത്. വളരെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കേതലിനെ ചോദ്യം ചെയ്യുന്നത്. ഒപ്പം ആ സംഘത്തിൽ ചോദ്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനിലെ ഒരു വ്യക്തി ഡോക്ടർ തന്നെയാണ്. അദ്ദേഹം വൈദ്യശാസ്ത്രം പഠിച്ച വ്യക്തി കൂടിയാണ്. നിലവിൽ കേതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ കേതൽ കുറ്റസമ്മതം നടത്തി. ആദ്യം കേതൽ പറഞ്ഞത് ഇങ്ങനെയാണ്: താൻ ആരെയും കൊന്നിട്ടില്ല, താൻ തൻ്റെ അച്ഛനെയും അമ്മയെയും എല്ലാം വെട്ടി, പക്ഷേ അവരെ കൊലപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് താൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ പോകുന്ന വഴി തനിക്ക് ട്രെയിൻ കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ വിചിത്രമായ വാദങ്ങളാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹം നിരത്തിയത്. ഒടുവിൽ ഇത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് കൊന്നത് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും യുക്തിക്കും ലോജിക്കിനും നിരക്കുന്നതല്ല എന്നതാണ് പോലീസിന് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രതി ഒരു സൈക്കോപാത്താണോ ഒരു മാനസിക രോഗിയാണ് എന്ന തരത്തിലാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇത് സാധാരണഗതിയിൽ ഒരു കുറ്റവാളിയെ ചോദ്യം ചെയ്യുന്നത് പോലെയല്ല. കുറെ കൂടെ ചില ശാസ്ത്രീയമായ ചില മാർഗങ്ങൾ കൂടി ഈ കാര്യത്തിൽ അവലംബിക്കേണ്ടതായി വരും എന്ന് പോലീസ് കരുതുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു മാനസിക രോഗ വിദഗ്ധൻ്റെ സഹായം തേടുന്നതിനായി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് കേതൽ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസിൻ്റെ പിടിയിലാവുന്നത്. ഇയാൾ 5:30 ഇന്നലെ രാത്രി 10 മണിക്ക് ഒരു തലനാരിഴയ്ക്കാണ് ചെന്നൈ പോലീസിൻ്റെ പിടിയിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടത്. ഇയാൾ ഇന്നലെ രാത്രി വളരെ വൈകി, ഇന്നലെ സന്ധ്യയോടുകൂടി ചെന്നൈയിലെ ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. 5000 രൂപ അവിടെ അഡ്വാൻസ് നൽകി. 3 ദിവസത്തേക്കാണ് തനിക്ക് മുറി വേണ്ടത് എന്ന് പറഞ്ഞു. എന്നാൽ വൈകുന്നേരത്തോടുകൂടി വിശദമായി ചിത്രം അടക്കം TV-യിൽ കാണിക്കുന്നത് കണ്ട ഇയാൾ ഡ്രസ്സും മറ്റ് മെറ്റീരിയലുകളും ഒന്നും എടുക്കാതെ ഇയാൾ കിട്ടിയ ഒരു വാഹനത്തിൽ കയറി നേരെ രക്ഷപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് അല്പസമയത്തിന് ശേഷം ചെന്നൈ പോലീസ് അവിടെ എത്തിയെങ്കിലും ഇവർക്ക് പ്രതി രക്ഷപ്പെട്ടതായിട്ടാണ് വിവരം ലഭിച്ചത്. തുടർന്ന് ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. നേരെ ഇയാൾ തിരുവനന്തപുരത്തേക്കാണ് ഇയാൾ വന്നത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇയാൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വളർന്ന കുറ്റിത്താടി ഒക്കെ ഷേവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അയാൾ അവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ ചില വ്യക്തികളാണ് ഇയാൾ കേതലാണോ എന്ന സംശയം പ്രകടിപ്പിച്ചത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ വളരെ വേഗം ഇയാളെ കീഴ്പ്പെടുത്തി റെയിൽവേ പോലീസിൻ്റെ തന്നെ സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. ഈ വിവരം ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചു. തുടർന്ന് അവരെത്തി സിറ്റി പോലീസിൻ്റെ ആധുനീകരിച്ച ചോദ്യം ചെയ്യൽ മുറിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. എന്തായാലും ഒരു സാധാരണ പ്രതിയെ ചോദ്യം ചെയ്യുന്നത് പോലെ ഇയാളെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല എന്നതാണ് പോലീസ് പറയുന്നത്. കാരണം അനുനിമിഷം ഇയാൾ മൊഴി മാറ്റി പറയുന്നു. അച്ഛനെയും അമ്മയെയും താൻ കൊന്നിട്ടില്ല എന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞ കേതൽ പിന്നീട് താൻ ചെയ്തു എന്ന് സമർത്ഥിക്കുകയും ചെയ്തു. താൻ തന്നെയാണ് കുറ്റകൃത്യം നടത്തിയത്. അത് മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആത്മാവിനെ ശരീരത്തിൽ നിന്നും മോചിപ്പിക്കുക എന്ന തരത്തിലുള്ള ചില വിചിത്രമായ രീതികളൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഇയാളുടെ ജീവിത രീതികളിലും ഇവർ നടത്തിവന്ന ജീവിത രീതിയിൽ, അതായത് മരണപ്പെട്ട ആളുകൾ നടത്തിവന്ന ജീവിത രീതികളിലുമെല്ലാം ഏറെ ദുരൂഹതകളാണുള്ളത്. ഇവർക്ക് അടുത്ത ബന്ധുക്കളുമായി പോലും വലിയ അടുത്ത ബന്ധമൊന്നും അങ്ങനെയില്ല. അയൽക്കാരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. മുകളിൽ താഴത്തെ നിലയിൽ വേലക്കാരിക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടായിരുന്നത്. മുകളിലോട്ടൊക്കെ കംപ്ലീറ്റ് AC നവീകരിച്ച AC മുറികളാണുള്ളത്. അല്പം പോലും ശബ്ദം പുറത്തു കേൾക്കാത്ത തരത്തിലുള്ള സംവിധാനങ്ങളാണ് ആ മുറിയിൽ ഉണ്ടായിരുന്നത്. ഒപ്പം ഇയാൾ അവസാന ഒരു ഇയാൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം വിദഗ്ധനാണ്. ഓസ്ട്രേലിയയിലെ ഒരു കമ്പനിയുമായി ഇയാൾ ഒരു കമ്പ്യൂട്ടർ ഗെയിം
വിൽക്കുന്നത് ഓൺലൈൻ വഴി വിൽക്കുന്നതിനായി കരാറിൽ ഏർപ്പെട്ടിരുന്നു. ആ കമ്പ്യൂട്ടർ ഗെയിമിൻ്റെ അവസാനവട്ട പണിപ്പുരയിലായിരുന്നു കേതൽ. അതിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്ന ഘട്ടത്തിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള തലത്തിലുള്ള ചില കാര്യങ്ങൾ ഇയാൾക്ക് അറിയാമെന്നിരിക്കെ പ്രതി ഒരേ സമയം വലിയ ഒരു ബുദ്ധിയുള്ളവനും എന്നാൽ ഒരു മനോരോഗിയെ പോലെ പെരുമാറുകയും ചെയ്യുന്നു. ഒരു തവണ പറയുന്ന മൊഴിയല്ല അടുത്ത തവണ അയാൾ പറയുന്നത്. അങ്ങനെ അനുനിമിഷം ഇയാൾ മൊഴി മാറ്റി പറയുന്നത് പോലീസിനെ ഇപ്പോൾ കുഴക്കുന്നുണ്ട്. എന്തായാലും കുറ്റം നിലവിൽ അയാൾ സമ്മതിച്ചിട്ടുണ്ട്. താൻ തൻ്റെ രക്ഷിതാക്കളെയും തൻ്റെ മാതാപിതാക്കളെയും തൻ്റെ അമ്മയുടെ സഹോദരിയെയും താൻ കൊലപ്പെടുത്തി എന്ന വിവരം സമ്മതിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് ചില പരിമിതികൾ ഉള്ളതിനാൽ നമുക്ക് ഇത്രയും വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. മനു, ജീവൻ, ഇയാൾ ഈ സൈക്കിക് ആണെന്നൊരു കാര്യത്തിലേക്ക് പോലീസ് കൃത്യമായ ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. കാരണം വളരെ ഒരു പ്ലാൻഡ് ആയ ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒന്ന്, ഈ മഴ വാങ്ങിയത് ഒരു കടയിൽ പോയി വാങ്ങാതെ അയാൾ ഫ്ലിപ്കാർട്ട് വഴി ഓൺലൈൻ വഴി വാങ്ങുന്നു. മറ്റൊന്ന്, ഈ ചിത്രം വന്നതിന് ശേഷം ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ ആ ഏരിയയിലൊന്നും ഒരു മനോരോഗമുള്ള ഒരാളുടെ ഒരു പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും മറ്റ് കാര്യങ്ങളിലേക്ക് കൂടി പോലീസ് കടക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ജീവിത രീതിയിലുള്ള ചില ദുരൂഹതകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതൊക്കെയുമായി ബന്ധപ്പെട്ട് മനു, ഈ കാര്യത്തിൽ തീർച്ചയായും ഇയാൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച മാർഗം ബുദ്ധിപരമാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാവില്ല. കാരണം അയാൾ ആത്യന്തം ചെയ്തു കൂട്ടിയത് അത്രയും വലിയ ഒരു രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന ഒരു കുറ്റകൃത്യം പോലെ തോന്നുന്നില്ല. കാരണം എങ്ങനെ പോയാലും തൻ്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തുകയും അവിടെ താനടക്കമുള്ളവർ കൊലപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനായി ഒരു ഡമ്മി കൂടെ വെക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ താൻ പിടിക്കപ്പെടും എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. പക്ഷേ എന്നാൽ പോലും അയാൾ ആ കുറ്റകൃത്യം നടത്തി. കുറ്റകൃത്യം നടത്തിയതിനു ശേഷം മൃതദേഹം മറ്റേതെങ്കിലും സ്ഥലത്ത് ഇപ്പോൾ DCP മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ ശബ്ദ സംരക്ഷണത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. വളരെ പോലീസിന്റെ കൂടെ സഹായത്തോടു കൂടിയാണ് അല്ല, മോട്ടീവ്സിന്റെ കാര്യത്തിലോട്ട് കുറച്ചും കൂടെ കാര്യമായിട്ട് നമുക്ക് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അത് സമയമെടുക്കും. അത് മോട്ടീവ് പൂർണ്ണമായിട്ട് അല്ല, ഞാൻ പറഞ്ഞില്ല, ആള് കൺഫസ് ചെയ്തു. അയാളാണ് ചെയ്തതെന്ന് അയാൾ സമ്മതിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളിൽ വളരെ വിശദമായിട്ട് ചോദിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് അത് നടക്കുന്നേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പൊ ഹാർഡ്ലി 1-2 മണിക്കൂറായിട്ട്. അപ്പൊ അത് നോക്കുക. ഇല്ല, അയാൾ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് മറുപടി പറയും. അല്ല, നമ്മളിപ്പോ ചോദിക്കുന്ന മറുപടി പറയുന്നുണ്ട്. ബാക്കി ആ വശങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാ കൊലപാതകങ്ങളും അയാൾ തന്നെ ചെയ്തു കൺഫേം ചെയ്തു. അതും കൺഫേം ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ചോദിക്കണം. അതെ, ഒറ്റയ്ക്ക് തന്നെയാണ്, ജീൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ജീൻ കൺഫേം ചെയ്യാണ്. കടൽ ജീൻ അല്ല, അവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ നമുക്ക് 1-2 വെപ്പൺസ് കിട്ടിയായിരുന്നു. അപ്പൊ അത് ഉപയോഗിച്ച് തലയ്ക്ക് പ്രേരിപ്പിച്ചാണ് കൊന്നതായിട്ടാണ് പറയുന്നത്. അല്ല, അതാണ് പറഞ്ഞത്. അത് കുറച്ച് ക്ലാരിഫൈ ഉണ്ട്. കൂടുതൽ ചോദിക്കും. ഇല്ല, അങ്ങനെയൊന്നും ആ ഒരു കൺക്ലൂഷനിലോട്ടൊന്നും എത്താറായിട്ടില്ല. കൃത്യം നടത്തിയത് ഇദ്ദേഹമാണ്. നാളത്തെ നോക്കട്ടെ. എന്നാ ഇപ്പൊ വിശദമായിട്ട് ആളൊന്ന് എക്സൈറ്റഡ് ആണ്. കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ചെയ്യാം. അല്ല, അതിന്റെ റീസൺ വിശദമാക്കുന്നുണ്ടല്ലോ. തിരിച്ച് ട്രിവാൻഡ്രത്ത് വരുന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടി ട്രാക്ക് ചെയ്ത് എടുത്താണ് നമ്മള്. എന്താണ് തിരിച്ച് ട്രിവാൻഡ്രത്ത് വരാൻ കാര്യം എന്നുള്ളതൊക്കെ ഒന്ന് വിശദമായിട്ട് ചോദിക്കണം. എന്താ കാര്യം? അല്ല, ആക്ച്വലി നമുക്ക് ഫോണിൽ കൂടെ 1-2 ഉപയോഗങ്ങൾ ഉണ്ടായിരുന്നു. അത് വിശദമായിട്ട് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. DCP അരുൾ BR കൃഷ്ണ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തതയിലേക്ക് എത്തേണ്ടതുണ്ട്. ജീവൻ, ഒരുപക്ഷെ ചില മനഃശാസ്ത്രപരമായ സമീപനങ്ങൾ കൂടി പോലീസ് ഇക്കാര്യത്തിൽ തേടുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ചോദ്യം ചെയ്യലിൽ ആ ഒരു സാധ്യതകൾ കൂടി പരിശോധിക്കാനാണോ പോലീസിന്റെ തീരുമാനം? ഇപ്പോൾ പുറത്തെത്തിയ
ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഡോക്ടർ അരുൾ RB കൃഷ്ണ, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹം സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ഒരു ഡോക്ടർ എന്ന തലത്തിൽ സൈക്കോപാത്തായി പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിക്കേണ്ടതാവുന്ന ചില ചോദ്യങ്ങൾ സ്വാഭാവികമായി അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയായിരിക്കാം അദ്ദേഹം പറയുന്നത്. പക്ഷേ അന്വേഷണ വിവരങ്ങൾ, അദ്ദേഹം മനസ്സിലാക്കിയ മുഴുവൻ കാര്യങ്ങളും മാധ്യമങ്ങളുമായി പങ്കുവെക്കുക സ്വാഭാവികമായും ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ തയ്യാറാവില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പൂർണ്ണമായും വിവരങ്ങൾ പറയാത്തതെന്നാണ് ഞാൻ കരുതുന്നത്. നിലവിൽ എന്തായാലും ഇതാണ്, അദ്ദേഹം ഓരോ നിമിഷവും മൊഴി മാറ്റി പറയുന്നുണ്ട്. ഒരു കാര്യം അസന്നിഗ്ധമായി നമുക്ക് സമ്മതിക്കാം, അദ്ദേഹം കുറ്റം സമ്മതിച്ചു. പക്ഷെ കുറ്റം സമ്മതിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഒരു മനുഷ്യൻ്റെ സാമാന്യമായ യുക്തിക്ക് നിരക്കാത്ത തരത്തിലാണ് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സാമാന്യമായി ഒരു വ്യക്തിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില നൂലാമാലകൾ, സങ്കീർണതകളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയാണ് ഇദ്ദേഹം ഒരു മാനസിക രോഗിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഡ്രഗ് അഡിക്റ്റ് ആണോ എന്ന കാര്യങ്ങൾ കൂടി ഇനി നമുക്ക് തെളിയിക്കപ്പെടേണ്ടത്. അതിന് സ്വാഭാവികമായി പോലീസിന്റെ മുറയിലുള്ള ചോദ്യമല്ല. ജിതിൻ കൂടി ചേരുന്നുണ്ട്. എന്താണ് DCP പറഞ്ഞതെന്ന് അദ്ദേഹം ജിതിൻ വ്യക്തമായിട്ട് പറയും. ജിതിൻ, ഇക്കാര്യത്തിൽ DCP എന്താണ് പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത്, പൂർണ്ണമായ രൂപം എന്താണ്? മനു, കേതൽ ഈ കേസിൽ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു എന്നതാണ് DCP അരുൾ RB കൃഷ്ണ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിലുള്ള ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 4 പേരെയും കൊന്നത് താൻ തന്നെയാണ് എന്ന കാര്യം ഇയാൾ സമ്മതിച്ചു കഴിഞ്ഞു എന്നതാണ് DCP വ്യക്തമാക്കിയത്. ചെന്നൈയിലേക്ക് പോയ ഇദ്ദേഹത്തെ പോലീസിന് അപ്പോൾ തന്നെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. ഇയാളെ ഒരർത്ഥത്തിൽ പിന്തുടരാൻ പോലീസിന് സാധിച്ചിരുന്നു. ചെന്നൈയിലാണ് ഇയാൾ ഉള്ളത് എന്ന് അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്നതും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. പിന്നീട് തിരിച്ചെത്തിയപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കേന്ദ്ര റെയിൽവേ പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് ഇയാളെ പിടികൂടിയത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. ഇനി തെളിവടക്കമുള്ള മറ്റ് വിശദാംശങ്ങൾ, അതിന്റെ വിവരങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. നാളെ ആയിരിക്കും പ്രതിയെ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുക്കുക. നിലവിൽ മാനസിക രോഗം ഇയാൾക്കുണ്ടോ അല്ലെങ്കിൽ മാനസികാസ്വാസ്ഥ്യമുണ്ടോ എന്നത് അത്തരത്തിൽ പറയാനാകില്ല എന്നതാണ് DCP പറഞ്ഞത്. എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാവേണ്ടതുണ്ട്. എന്തായാലും കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു എന്ന നിർണായകമായ വിവരമാണ് DCP മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്പസമയം മുമ്പ് പങ്കുവച്ചത്. മനു, ശരി, ജിതിനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. DCP അരുൾ BR കൃഷ്ണ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഏതായാലും ഇയാൾ കുറ്റം സമ്മതിച്ചതായി DCP പറഞ്ഞു. പക്ഷേ പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ, അതിൻ്റെ മോട്ടീവ്സ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ചോദ്യം ചെയ്യൽ കൂടുതൽ വിശദമായി നടത്തേണ്ടതുണ്ട്. ഏതായാലും ഇയാൾ മാനസിക വിഭ്രാന്തിയുള്ളവർ സംസാരിക്കുന്നത് പോലെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു, മൊഴി മാറ്റി പറയുന്നു. അങ്ങനെ പോലീസിനെ കുഴക്കുന്ന നിരവധി വിഷയങ്ങൾ നിലവിൽ ഇയാളുടെ കാര്യത്തിൽ